മൂവാറ്റുപുഴ ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നിലയിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നാണ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന വാർഡിൽ വെള്ളം കയറിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രോഗികളെയും അവിടെ സൂക്ഷിച്ചിരുന്ന മരുന്നുൾപ്പെടെയുള്ള സാധന സാമഗ്രികളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വണ്ടിപ്പേട്ടയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി. ആശുപത്രിയുടെ ഏറ്റവും താഴത്തെ നിലയിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന വാർഡിലാണ് വെള്ളം കയറിയത്. 10ഓളം രോഗികളാണ് വാർഡിലുണ്ടായിരുന്നത്. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം നിഷാദിന്റെ നേതൃത്വത്തിലുള്ള യുവാക്കൾ ചേർന്നാണ് രോഗികളെയും അവിടെ സൂക്ഷിച്ചിരുന്ന മരുന്നുകളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. നമ്മുടെ ഇവിടെ എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മുടെ മിക്കവാറും രാത്രി സമയങ്ങളിലാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഈ ബുദ്ധിമുട്ടും വെള്ളം പെട്ടെന്ന് കയറി വരികയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് IPL പേഷ്യൻസിനെ ഒഴിവാക്കേണ്ടി വരാറുണ്ട്. ഇന്നിപ്പോൾ 10ഓളം പേഷ്യൻസിനെ നമുക്ക് പെട്ടെന്നായിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നു. അതിലൊരാൾ ഇവിടെ തെന്നി വീഴുകയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ഓരോ വെള്ളപ്പൊക്കത്തിനും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഡിസാസ്റ്ററിൻ്റെ മീറ്റിംഗ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സൂപ്രണ്ട് ഇപ്പോൾ അത് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും നമ്മുടെ ഒത്തിരി ഉപകരണങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള നമ്മുടെ അഭിപ്രായം. മൂവാറ്റുപുഴ സെൻട്രൽ മഹൽ ജുമാ മസ്ജിദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. രോഗികളെ എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്യുകയും മരുന്നുകൾ സുരക്ഷിതമായ 2ാം നിലയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് ഹോമിയോ ആശുപത്രിയുടെ താഴത്തെ നിലയിലും വെള്ളം കയറിയത്. എല്ലാ മഴക്കാലത്തും ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴ ഹോമിയോ ആശുപത്രി. ഈ സാഹചര്യം മുന്നിൽ കണ്ട് നിരവധി തവണ ആശുപത്രി ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കണമെന്ന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു മഴക്കാലത്ത് രോഗികൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് ഹോമിയോ ആശുപത്രിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.